ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ട് ഇതേ റിസോർട്ട് എന്ന് അറിയാൻ വന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ, എത്ര പൈസയായി, അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. താക്കോലുള്ളിലും വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി രണ്ടാളും. ഇനിയിപ്പോൾ അവരെ വിളിക്കണം. കാട്ടിൻ്റെ ഇടക്കൊരു ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് പോവാല്ലേ ശരിക്കും. നടക്ക് ഇല്ല നടക്ക് നമ്മളെ റൂം ലോക്കായിനി. അപ്പം താക്കോലെടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ പുറത്തെത്തി ഇരുന്നത്. ഇവിടെ ജക്കൂസി വരുന്നുണ്ട്. മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ബൗളിലേക്ക് വരാം. ശരിക്കും പ്ലാസ്റ്റിക്കാണ് കേട്ടാ. നമുക്ക് റൂം കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് നമ്മളെ റൂം വരുന്നത്. തുറന്ന ഞാൻ അതൊന്നുമല്ല ആയിക്കോട്ടെ. നല്ല വെയിലുണ്ട് പക്ഷെ. വാഷ്റൂം ആടെയാ? വാഷ്റൂം എങ്ങനെയുണ്ട്? വാഷ്റൂം നൈസ് തന്നെ. യെസ്, നല്ല നീറ്റും ഉണ്ടല്ലേ. പക്ഷെ നല്ല ചൂടടിക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നടക്കൂല. ഫ്രിഡ്ജിന്റെ ഇപ്പുറം ചെടിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരി ആയിട്ടാണ്. ലേ വില്ലേജ് റിസോർട്ടാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിച്ച് റൂം ബുക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പം 13,000 രൂപ പറഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ നോക്കി അഗോഡയിൽ നോക്കിയപ്പോൾ അതാ 9,958 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടിയിട്ട് ഇത്. അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ അഗോഡ ആപ്പ് ത്രൂ തന്നെ ബുക്ക് ചെയ്തു. അതാകുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ആകെ 4 ഡോം സ്റ്റേ ആട്ടോ ഇവിടെ വരുന്നത്. ബാക്കി ഇവിടെ നോർമൽ റൂംസും അവൈലബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഡോം സ്റ്റേ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ട് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലാണ്. അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ലക്ഷറി ഫീലൊന്നും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിട്ട് ഒരു നോർമൽ അവിടെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു സ്റ്റേയിൽ നിൽക്കുന്നവർക്കും കൊടുക്കുന്നത്. പിന്നെ കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയൊരു കിടലൻ റിസോർട്ട് തന്നെ വേണമെങ്കിൽ ഇത് പറയാട്ടാ. യൂസി നല്ല ചൂട്. അപ്പം കുറച്ച് തണുക്കാൻ കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടത്തേക്ക് പോയി, പൂളിലേക്ക് പോയി. നിന്റെ ആയുധം എടുത്തിട്ട് നീങ്ങിക്കോ. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ജക്കുസിയിൽ കയറിയാൻ്റെ എങ്ങനെയാ ഇരിക്കട്ടെ, എങ്ങനെയാ എഴുന്ന പ്രഷർ വരല്ലോ ഒന്നറിയാണ്ട്. പ്രഷർ വരുന്നില്ല എനിക്കറിയാട്ടാ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇക്കിളിയാവുന്നില്ലേ? ഇക്കിളിയൊന്നാവുന്നില്ല. ചൂട് വെള്ളം ഇങ്ങനെ കൊണ്ടാലൊന്നും ആവില്ലേ, ഭ്രാന്താവില്ലേ? എനിക്ക് ഇഷ്ടമല്ലായിരിക്കും ചൂട്. ഓക്കെ, അപ്പം നമ്മൾ ചെക്കൂസിലിരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണാൻ കുറച്ചും കൂടി നല്ലൊരു ഹിൽ വ്യൂ അല്ലാന്നെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ആവട്ടെ ഇവിടെ. അപ്പം കുഴപ്പമൊന്നുമില്ല. എന്നാലും ജക്കൂസി നൈസ് പരിപാടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. എന്തായാലും കൊള്ളാം, നല്ല റിലാക്സിങ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ആരും ഇല്ല ഇവിടെ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ സാധനം ഇങ്ങനെ വരുന്നോണ്ടുണ്ട് അത്രേ. ഇന്ന് എടുക്കാൻ പോകും. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ തോന്നുന്നു. പിന്നെ ജ്യൂസ് ഇതേ ഇല്ലെന്ന് തോന്നല്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ കപ്പയുണ്ട്. ഇഡ്ഡലി വന്നോ? വട, സോറി, വട വരണത്ര വരുമായിരിക്കും. പിന്നെ ടൊമാറ്റോ ലെമൺ റൈസ്. ടൊമാറ്റോ റൈസോ? പിന്നെ നമ്മൾ രാവിലെ പാസ്ത എല്ലാം ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പാസ്ത നമ്മൾ എടുക്കുന്നില്ല. പാസ്ത രാവിലെ കഴിക്കണം. അല്ലെങ്കിൽ അടുത്ത് കുറച്ച് കഴിച്ചേക്കാം. രാവിലെ ഇങ്ങനത്തെ ഒന്നും കഴിക്കാറ് എനിക്ക് മുഴുണ്ടാവില്ല. ഇങ്ങനത്തെ ആക്കലുമില്ല വേറെ കാര്യം. എനിക്കും കുറച്ച് പാസ്ത
കുറച്ചും മതി. അല്ലേ വേണ്ട, അത്ര മതി. ബസ് 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 ബസ്. ഇത് ഇടിയപ്പോൾ കടലക്കറി അല്ല, എഗ് കറി. എഗ് കറിയാണുള്ളത്. പിന്നെ എഗ് കറി ഇതിലേക്ക് തന്നെ വെച്ചേ. കുറച്ചും കൂടി ചാറ്. ഓക്കെ. എന്താ ചെയ്യാ, രാവിലെ പാസ്തയൊക്കെ പറ്റൂ. നോർമലി വൈറ്റ് പാസ്ത മാത്രമേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ എന്തിനാന്നറിയില്ല ഇത് കഴിക്കുന്നു. മാഗി മസാലയിൽ ഉണ്ടാക്കിയ പാസ്തയാണെന്നല്ലേ ബ്രാൻ? അല്ല, ഇപ്പം മസാല മാറി. മാറിയാ?